പക്ഷേ ടി കെ ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനൊന്നും ഒറ്റയ്ക്കല്ല. അവർക്ക് പിന്നിൽ വലിയൊരു നേതാവുണ്ട്. സി പി എമ്മിൻ്റെ അകത്ത് തന്നെ വലിയൊരു നേതാവുണ്ട്. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി പോലും വിലയിരുത്തുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആരാണ് ആ ഉന്നതൻ? ആ ഉന്നതൻ്റെ ലക്ഷ്യം എന്താണ്? ഈ ഉന്നതൻ്റെ ഒരു അഭിപ്രായ പ്രകാരമാണ് വിമതരായിട്ട് ടി കെ ഗോവിന്ദൻ തളിപ്പറമ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയത് എന്നാണ് ഇപ്പം കൃത്യമായിട്ടും കിട്ടുന്ന വിവരം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ആന്തൂരിൽ തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിൽ നിന്ന് സി പി എമ്മിൻ്റെ അകത്ത് വലിയ കലഹം രൂപപ്പെട്ടിരിക്കുകയാണ്. ആന്തൂർ സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ സംസ്ഥാന നേതൃത്വത്തിന് ഒരു മുന്നറിയിപ്പ് പോലെ വിമർശിച്ചുകൊണ്ട് ചില കുറിപ്പുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതായത് വിമർശിക്കുന്നവരെയൊക്കെ ബി ജെ പി ആക്കുന്നത് വളരെ തെറ്റായ സമീപനമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വർഗീയ ശക്തികൾ പിടിമുറുക്കുന്നതാണ് പല അവർ പറയുന്നത്. അപ്പം ആരാണ് ആ ഉന്നതൻ? അല്ല, സി പി എമ്മിനകത്ത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ണൂർ ജില്ലക്കകത്തുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ വിമത സ്ഥാനാർത്ഥികൾ പൊട്ടിപ്പുറപ്പെടും. മുൻകാലങ്ങളിൽ ഒരിക്കലും കണ്ണൂരിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇല്ല, വളരെ കൃത്യമായിട്ട് നമുക്കറിയാവുന്ന. ഇപ്പോഴത് സംഭവിക്കുന്നതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, കണ്ണൂർ പാർട്ടി എന്ന് പറയുന്നത് ജനാധിപത്യവൽക്കരിക്കപ്പെടാനായിട്ട് പോകുന്നൊരവസ്ഥയിലെത്തിയിരിക്കുന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകളെയൊക്കെ ആക്രമിക്കുകയും അതേപോലെ തന്നെ ഭയപ്പെടുത്തുകയും അവരെ അങ്ങനെ ചെയ്യാനായിട്ട് പ്രാപ്തരല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി നേരത്തെ ഉണ്ടായിരുന്നു. അതിപ്പോൾ മാറി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ശരിയാണ്, അവിടെ പുരുഷൻ്റെ വീട് അല്ലേ ആക്രമിച്ചു, കാറൊക്കെ കത്തിച്ചു, ഒക്കെ ശരിയാണ്. അതൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളാണ് സത്യത്തിൽ. കാരണം ശാരീരികമായിട്ടുള്ള അക്രമങ്ങളിലേക്ക് അത് കടന്നിട്ടില്ല. കാര്യമായിട്ട് കടക്കാൻ എനിക്ക് തോന്നുന്നത് കടക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയിൽ വളരെയധികം ആളുകൾ പാർട്ടിയുടെ ഇപ്പോൾ ഉള്ള നേതൃത്വത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വലിയ അക്രമങ്ങൾക്കുള്ള പോസിബിലിറ്റീസ് അവിടെ ഇല്ല. അതായത് പാർട്ടിയെ വിമർശിക്കേണ്ടത് ആവശ്യമാണ് എന്ന ചിന്ത ശക്തമായിട്ടുള്ള രീതിയിൽ അവിടെ അണികൾക്കിടയ്ക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു തർക്കമില്ല. അതൊക്കെ നേരത്തെ എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മുമ്പ് നടക്കുകയും പാർട്ടിയൊക്കെ ശിഥിലമായി പോവുകയൊക്കെ ചെയ്തു. ഇപ്പോൾ എറണാകുളത്ത് എന്തുകൊണ്ട് സി പി എത്ര ദുർബലമായിരിക്കുമെന്ന് വെച്ചാൽ അതന്ന് CIT ലോബി എന്ന് പറഞ്ഞ് വലിയ വിഭാഗത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അവർ മുഴുവനും തരിപ്പണതിൻ്റെ ഫലമായിട്ട് എറണാകുളം ജില്ലയിൽ പാർട്ടി വളരെ ദുർബലമായിപ്പോയി. ശരി, ഇപ്പോൾ കണ്ണൂരിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൂരിൽ ഈ മത്സരം, ശ്യാമളയുടെ മത്സരം എന്ന് പറയുന്നത് ഒഴിവാക്കാവുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് അമ്പലപ്പുഴയിൽ ജി സുധാകരനെ മത്സരിപ്പിച്ച പ്രശ്നം തീരുമായിരുന്നു. അത്രയുള്ള അതിൽ കൂടുതലുള്ള കാര്യങ്ങളൊന്നും ഈ വിഷയങ്ങളിലൊക്കെ ഇല്ല. അപ്പോൾ 82 വയസ്സായിട്ടുള്ള പിണറായിക്ക് മത്സരിക്കാമെങ്കിൽ എന്തുകൊണ്ട് അതിനേക്കാൾ വളരെ പ്രായം കുറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ജി സുധാകരനെ മത്സരിച്ചുകൂടെ എന്ന് ജി സുധാകരനെ എന്ത് ചെയ്യാൻ ചിന്തിക്കാം. അദ്ദേഹം മത്സരിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തരത്തിലേക്ക് ഇത് പോകുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, പഴയ കാലത്തെ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയം സമ്പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ഇപ്പോൾ അധികാര രാഷ്ട്രീയം മാത്രമാണ്. അതുകൊണ്ടാണ് ആന്തൂരിലെ സഹാക്കൾ ചോദിക്കുന്നത്, ചിലർ അവരുടെ സാമ്രാജ്യം നിർമ്മിക്കാൻ ശ്രമിക്കുകയാണോ? ആ സാമ്രാജ്യം ആരുടെ സാമ്രാജ്യമാണ്? ഗോവിന്ദൻ മാസ്റ്ററുടെ, MV ഗോവിന്ദൻ മാസ്റ്ററുടെ സാമ്രാജ്യത്തെയാണ് അവർ വെല്ലുവിളിക്കുന്നത്. അങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ വിമർശിക്കുന്നവരെല്ലാം BJPക്കാരാണ്, RSSകാരാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് വർഗീയത വളർത്താൻ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്നവർ കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കുന്ന ആളുകളെയൊക്കെ CIA ഏജൻ്റ് എന്ന് പറഞ്ഞ് മുദ്രയടിക്കുമായിരുന്നു. അതൊരു രീതിയാണ്. ആ രീതി പക്ഷെ പഴയതുപോലെ ഇന്ന് പ്രസക്തമല്ല, ഇന്നത് ഫലിക്കുകയുമില്ല. അതാണ് തിരിച്ചറിയേണ്ടത്. പ്രധാനപ്പെട്ട ചോദ്യം ആരാണ് ഉന്നതൻ എന്നുള്ളതാണ്. ആ ഉന്നതൻ ഒരുപാട് ജയരാജന്മാരുണ്ടല്ലോ. അതെ, ജയരാജന്മാരിൽ ഒരാളായിരിക്കും എന്ന് പറയാനായിരിക്കും സാധ്യത കൂടുതൽ. ഈ ജയരാജനിലേക്കായിരിക്കും എത്തിച്ചേരുക. PJ ആർമി ഒക്കെ അവിടെ അങ്ങനെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല CKP പത്മനാഭനെ ഇതിലാദ്യം കൊണ്ടുവന്ന് വിമതത്വത്തിൽ നിർത്താനായിട്ടുള്ള ശ്രമം നടത്തിയെന്ന് പറയുന്ന ഒരു വാർത്തയും ഉണ്ടല്ലോ. CKP അതിൻ്റെ അകത്ത് പെട്ടില്ല. പെട്ടത് TK ഗോവിന്ദനാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. TK ഗോവിന്ദൻ സ്ഥാനാർത്ഥി ആയില്ലായിരുന്നെങ്കിൽ കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥി ആവില്ലായിരുന്നു. അപ്പോൾ ഇവർ ഒരുമിച്ച് അത്തരം വിമതത്വത്തിലേക്ക് പോകുന്നത്
പാർട്ടിക്കകത്ത് തന്നെ ഉള്ള ഒരു വിമത നീക്കത്തിൻ്റെ ഫലമായിട്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കണ്ണൂർ മാത്രം ഇനിയിപ്പോൾ അത്തരം പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് വളർന്നു വന്ന് പാർട്ടിയിൽ ജനാധിപത്യവൽക്കരണം അത് ഡെമോക്രാറ്റൈസേഷൻ ആയിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. ഈ അത് അവിടെയും കൂടി ഇനിയൊക്കെ നടക്കാനുള്ളൂ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ഇല്ല. CPM-ലെ ഈ ഉന്നതന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ KC വേണുഗോപാലിനെ കണ്ടു, ചർച്ച നടത്തി. അതിനുശേഷമാണ് TK ഗോവിന്ദന് കോൺഗ്രസ് പിന്തുണ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഉന്നതൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷമത്തിലാണ്, അല്ലെങ്കിൽ വൈരാഗ്യത്തിലാണ്. ഉന്നതന് വലിയ വൈരാഗ്യമുണ്ട്. കാരണം അദ്ദേഹം എത്തേണ്ടടുത്തൊന്നും എത്തിയില്ല, ചവിട്ടി താഴ്ത്തിയിരിക്കുന്നു ഉന്നതനെ. കാരണം കൊടിയ പീഡനങ്ങൾ ഈ ഉന്നതൻ നേരിട്ടിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട്. ശരിയാണ്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ പാർട്ടിയിൽ നമ്മൾ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന ഈ ഗ്രൂപ്പിസം അത് പുതിയ കാലത്ത് പുതിയ തരത്തിലേക്ക് വളരും, വികസിക്കും എന്നുള്ളതാണ്. എല്ലാവരും സാധാരണ രീതിയിൽ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? പാർട്ടിക്കകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും തീരില്ല. പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ തീരണമെങ്കിൽ അത് പാർട്ടിയുടെ കാഴ്ചപ്പാടിനനുസരിച്ച് പരിഹരിക്കണം. അതിന് പകരമായിട്ട് വിഭാഗീയതയെ ശക്തിപ്പെടുത്തി വിഭാഗീയതയുടെ കൂടെ ആളെ നിർത്തി ആൾക്കൂട്ടമുണ്ടാക്കി അധികാരം പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് തുടരുന്നെങ്കിൽ ആ വിഭാഗീയതകൾ വീണ്ടും എന്ത് ചെയ്തു? വിഭാഗീയതകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അത് പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു നേതാവിനെ ചുറ്റിപ്പറ്റി കുറേ ഉപജാപ സംഘങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് CPM-ൻ്റെ പാർട്ടി പ്രവർത്തനം മാറിപ്പോയി. അപ്പോൾ ആ പാർട്ടി പ്രവർത്തനത്തിനകത്ത് ഇത് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അത് പ്രകടമായിട്ട് കലഹത്തിൻ്റെ രൂപത്തിൽ വരുന്നത് കണ്ണൂരിൽ നിന്നാണ് എന്നുള്ളത്, കണ്ണൂരിൽ ഇപ്പോഴും പാർട്ടിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെ പാർട്ടിയൊന്നുമില്ല, ആൾക്കൂട്ടമാണ് ശരിക്കും പറഞ്ഞത്. എന്നുവെച്ചാൽ CPM-ൻ്റെ പഴയ കേഡർ സ്വഭാവം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളെയും ഇല്ലാതായി കഴിഞ്ഞിരിക്കും. ഇതിലിപ്പോൾ അവർ പറയുന്നത് ഇവിടെ ആരും BJP-ആയി ജനിക്കുന്നില്ല, ഇവിടെയുള്ള ചില നേതാക്കളുടെ പ്രവർത്തനവും വായിലെ നാവുമാണ് അവരെ മറ്റ് രാഷ്ട്രീയത്തിലേക്ക് പോകുവാൻ പ്രേരിപ്പിക്കുന്നത്. തിരുത്താനുള്ള ശാസനം നൽകേണ്ടതാണ്, ഇല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ വർഗീയ പാർട്ടികൾ ആന്തൂരിൽ പോലും വളരാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇവരൊക്കെ പോയി അതിനകത്തൊക്കെ ചേരും. കാരണം ഇത് അക്രമത്തിൻ്റെ സ്വഭാവത്തിലേക്കൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ത് ചെയ്യും? ആക്രമണത്തിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവരെ കൂട്ടുപിടിക്കും, അല്ലേ? അവരെ കൂട്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അവർ RSS ആവും ചിലപ്പോൾ. ഇതിന് ഈ വടിവാളും വെട്ടും കുത്തും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ പ്രതിരോധിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ അപ്പുറത്ത് പോയി ചേരും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ കാര്യത്തിൽ ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് വഴിയൊരുക്കാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ, ആ രീതിയിൽ കാര്യങ്ങൾ നടന്നാൽ ആ പാർട്ടിയിലെ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട്. പാർട്ടി ഗ്രാമങ്ങളൊക്കെ ഭാവിയിൽ BJP ആവുമോ? അല്ലെ, ഈ അക്രമങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കാം, കൊഴിഞ്ഞു പോയിക്കോട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചാൽ. ഇതിനിടയിൽ പാർട്ടി ഗ്രാമത്തിൽ തന്നെ താമസിക്കുന്ന ഒരാളോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം പിണറായി വിജയനും മുഹമ്മദ് റിയാസും തോൽക്കണം എന്നാണ്. ആ മണ്ഡലത്തിൽ, പിണറായിയുടെ മണ്ഡലത്തിൽ താമസിക്കുന്ന ഒരാളാണ്. അല്ല, അങ്ങനെ രഹസ്യമായിട്ട് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരങ്ങനെ ആഗ്രഹിക്കാനായിട്ടുള്ള കാരണം ഇവരുടെ സ്വേച്ഛാധിപത്യമാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായിയാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്ന രീതിയുണ്ടല്ലോ, അതാണ് അവരെ കൊണ്ടൊക്കെ അങ്ങനെ പറയിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവർ ഇതിൻ്റെ അടിമകളായി സമ്പൂർണ്ണമായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമാണ് അർത്ഥമുള്ളത്. പക്ഷേ ഈ രണ്ടു പേരിലേക്കും അത് ഒതുക്കുക എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നതായ പ്രത്യേകമായ ഒരു അഭിപ്രായ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മരുമോനിസം എന്നൊക്കെ പറഞ്ഞ് ഡെവലപ്പ് ചെയ്ത സാധനത്തിൻ്റെ പുറത്താണ് പിണറായി വിജയനും അതുപോലെ മുഹമ്മദ് റിയാസിനും എതിരായിട്ടുള്ള വർത്തമാനമായിട്ട് മാറിത്തീരുന്നത്. ആക്ച്വലി പിണറായി വിജയനെതിരെ ഉള്ള വർത്തമാനങ്ങളാണ് ശക്തമായിട്ടിരുന്നത്. കാരണം പിണറായിയാണ് ഈ കണ്ണൂർ പാർട്ടിയിൽ രണ്ട് ഭാഗമായിട്ട് സഹാക്കൾ നിൽക്കുമ്പോൾ അതിലൊരു ഭാഗത്തിൻ്റെ കൂടെ അദ്ദേഹം നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആളുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇതിൽ ഭൗതികപരമായ ശേഷിയില്ലാത്തതിൻ്റെ പ്രശ്നമാണോ നേതൃത്വത്തിന് സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള അപജയം? ഇപ്പം മോഹൻലാലുമായിട്ട് പിണറായി വിജയൻ നൽകിയ ഇൻ്റർവ്യൂ, അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് തുറന്ന് സമ്മതിക്കുന്നു, ഞാൻ അത്ര ഭൗതിക ശേഷിയുള്ള ഒരാളൊന്നുമല്ല, ഞാനൊരു വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണെന്ന്. നമുക്കറിയാം, ചടയം ഗോവിന്ദൻ്റെ മരണശേഷമാണ് ഇദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരുന്നത്. പിന്നീട് നീണ്ട കാലം പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോയി. അപ്പം അതിനുശേഷമുള്ള ഇങ്ങോട്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അങ്ങനെയായി മാറിപ്പോയോ? അല്ല, ഇതിപ്പോൾ ഒരാളുടെ കുഴപ്പമല്ല. അത് ശരിക്കും പിണറായി വിജയൻ്റെ കുഴപ്പം മാത്രമായിട്ട് ഞാനൊരിക്കലും അതിനെ കണക്കാക്കാറില്ല.
പാർട്ടി എന്ന് പറയുന്നത് ഒരു സംവിധാനമാണ്. ആ സംവിധാനം എന്ന് പറയുന്നത് കൂട്ടു നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ 10 പേരുണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 15 പേരുണ്ടെന്ന് വിചാരിക്കും. ആ 15 പേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ? പുതിയ പുതിയ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യണ്ടേ? അതിനുള്ള വഴികൾ കണ്ടെത്തണ്ടേ? അങ്ങനെയുള്ള കൂട്ടായിട്ടുള്ള നേതൃത്വം എന്ന് പറയാൻ അതില്ലാതിരിക്കുകയും അതെല്ലാം പിണറായി തന്നെ ചെയ്താൽ മതി എന്ന് അവരെ കൂടി അങ്ങ് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? പിണറായി ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കേണ്ടി വരും. എല്ലാം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബൗദ്ധികമായിട്ടുള്ള പ്രതിഭാസമൊന്നും അല്ലല്ലോ പിണറായി വിജയൻ എന്ന് പറയുന്നത്. പിണറായി വിജയൻ മാത്രമല്ല, CPM-ൽ ഇപ്പോൾ എവിടെയാണ് ബൗദ്ധികമായിട്ടുള്ള ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയുന്ന? ആരിലുമില്ല. വളർന്നു വരുന്ന തലമുറയിൽ DYFI-യിൽ അല്ലെങ്കിൽ SFI-യിലൊക്കെ എന്താണുള്ളത്? അവൻ്റെ ബൗദ്ധിക ശേഷി, പ്രത്യയശാസ്ത്രശേഷി, മാർക്സിസത്തിനൊക്കെ അറിയാൻ പാടുണ്ടോ? അവർ പഠിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ തകരാറുകൾ മുഴുവനാണ് ഇതിനകത്ത് കാണുന്നത്. അവർ പഠിക്കാറില്ലെന്ന് മാത്രമല്ല, ആരും പഠിപ്പിക്കാറില്ല, അത് ചർച്ച ചെയ്യാറുമില്ല. പാർട്ടിക്കകത്ത് എന്ത് പ്രത്യയശാസ്ത്ര ചർച്ചയെന്ന് ഇപ്പോൾ ഒരു സ്ഥലത്തൊന്നും നടക്കുന്നില്ല. അതിൻ്റെയൊക്കെ എന്താണ് പ്രതിഫലനങ്ങളാണ് നമ്മൾ ഈ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പാർട്ടി സംവിധാനം എന്ന നിലക്ക് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് CPM എന്ന് പറഞ്ഞിട്ട് ഇന്ന് ആ സാധനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കൊരു പാർട്ടി വേണം, ഒരു അങ്ങനെ നടക്കുന്നു. അതല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ട് അത് പ്രവർത്തിക്കണം എന്നിവർക്ക് ആഗ്രഹമില്ല ശരിക്കും പറഞ്ഞു. അല്ല, അത് അങ്ങനെ ആഗ്രഹമില്ലാത്തത് ഈ പ്രത്യയശാസ്ത്രം പറഞ്ഞുകൊണ്ട് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വോട്ട് വീഴൂ? പ്രത്യയശാസ്ത്രം അറിഞ്ഞതുകൊണ്ട് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വോട്ട് കിട്ടില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രത്യയശാസ്ത്രവും അതേപോലെ തന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തനം കൂടി മിശ്രണം ചെയ്യുന്നൊരു പ്രക്രിയയുണ്ട്. അതിലാണ് അതിൻ്റെ മാജിക് ഇരിക്കുന്നത്. ആ മാജിക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? രാഷ്ട്രീയ പാർട്ടികളെ പ്രത്യേകിച്ച് പാർലമെൻ്ററി രാഷ്ട്രീയ സംവിധാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകുക. അതുകൊണ്ട് പ്രത്യയശാസ്ത്രം മാത്രം അറിയണം എന്നല്ല നമ്മൾ പറയണം. കുറച്ച് പ്രത്യയശാസ്ത്രമൊക്കെ അറിയണ്ടേ? മാർക്സിസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് നടക്കണം വേണ്ടേ? കുറച്ചേ, ഒരുപാടൊന്നും അറിയണ്ട. ആ കുറച്ചു പോലും അറിയാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അവർക്കത് അറിയില്ല, അവരെ അത് പഠിപ്പിക്കുന്നില്ല, അതിൻ്റെ ബേസിസ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അതിൻ്റെ കാരണം ഇതാണ്, തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അത് ആവശ്യമില്ല എന്ന് അവർക്കറിയാം. കോൺഗ്രസിന് എന്തെങ്കിലും പ്രത്യയശാസ്ത്രമുണ്ട്? ഒന്നുമില്ല. അവർ ജയിക്കുന്നില്ലേ? ജയിക്കുന്നുണ്ട്. കോൺഗ്രസ് അധികാരത്തിലേക്ക് വരണമെന്നായിരിക്കും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്. പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? വളരെ എളുപ്പത്തിൽ ഈ കോൺഗ്രസ് അല്ലാത്ത ഏതെങ്കിലും പാർട്ടി, അതിപ്പോൾ കേരളത്തിൽ പ്രബലമായിട്ട് നിൽക്കുന്ന CPM വളരെ എളുപ്പത്തിൽ അധികാരത്തിലേക്ക് വരും. കാരണം അതുമാതിരിക്കും കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അതാണ് പ്രശ്നം. കാരണം ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ആ പ്രതിസന്ധികളൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു പാർട്ടിയായിട്ട് മാറിയാൽ മാത്രമാണ് കോൺഗ്രസിന് അധികാരത്തിൽ തുടരാൻ കഴിയുള്ളൂ. കേരളം കുറേ കാലമായിട്ട് വളരെ എളുപ്പത്തിലുള്ള, നമുക്ക് വേണമെങ്കിൽ ലളിത കല എന്ന് വിശേഷിപ്പിക്കാവുന്ന രാഷ്ട്രീയ പ്രയോഗത്തിന് വിധേയമായിരുന്നു. 5 കൊല്ലം UDF ഭരിക്കും, 5 കൊല്ലം LDF ഭരിക്കും. കാരണം UDF ഭരിച്ച് അവർ ജനം ഓടിച്ചിട്ട് തല്ലി പുറത്താക്കും. അപ്പോൾ ആര് വരും? LDF വരും. പിന്നെ LDF ഭരിച്ച് കഴിയുമ്പോൾ വീണ്ടും ജനം അവരെന്ത് ചെയ്യും? അടിച്ചോടിക്കും. അപ്പോൾ എന്ത് ചെയ്യും? UDF വരും. ഇത് UDF-ന് LDF-നൊക്കെ എളുപ്പമുള്ള ഒരു രാഷ്ട്രീയ അതിജീവിതമായിട്ട് മാറി. അത് പൊളിഞ്ഞുപോയി. എപ്പോഴാണ്? ഈ കഴിഞ്ഞ ടൈമിൽ അങ്ങ് പൊളിഞ്ഞുപോയി. അല്ലേ, ഞാൻ അവസാനം ഒരു കാര്യം ചോദിക്കാം. പാർട്ടി നേരിടുന്നത് ഒരു വലിയ പ്രതിസന്ധിയാണ്. പിണറായി വിജയൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ മുമ്പിൽ നയിക്കാനില്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടി തകരുമോ? തകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിണറായി നമ്മൾ എത്ര ചീത്ത പറയുമ്പോഴും അയാൾ നല്ലൊരു ഓർഗനൈസറായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് CPM-ൽ വലിയ വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളു മുഴുവൻ എന്തായി കഴിഞ്ഞിരിക്കുന്നു? പൊള്ളയായി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പൊള്ളയല്ലാതായി നിൽക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ, അതിനെ നിരന്തരമായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് പുതുക്കിപ്പണിതുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ ഇതിനിടയിൽ കൽപ്പറ്റ നാരായണ മാഷി പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. അതായത് ഒരു നേതാവല്ല, ഒരുപാട് നേതാക്കൾ നമ്മൾക്കുണ്ട് എന്ന് പറയുന്നതാണ് നല്ലൊരു കാര്യം. ഒരുപാട് നേതാക്കളുള്ളൊരു പ്രസ്ഥാനമാണ് നല്ല പ്രസ്ഥാനം എന്നുള്ളതാണ്. CPM-ലേക്ക് നോക്കുമ്പോൾ നമുക്കിപ്പോൾ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഒരൊറ്റ നേതാവേ ഉള്ളൂ. അതെ, അത് എന്തുകൊണ്ട്? 2 കാരണങ്ങൾ കൊണ്ടാണല്ലോ അത് സംഭവിക്കുന്നത്. ഒന്ന്, കഴിവുള്ള മറ്റ് നേതാക്കളില്ലാത്തതുകൊണ്ട്.
ഇപ്പം നേരത്തെ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അപ്പോഴും കൽപ്പറ്റ നാരായണനെ 2 നേതാക്കളെ കാണാൻ പറ്റുള്ളൂ അല്ലേ? ആരാണ്? ഒന്ന് പിണറായി വിജയൻ, മറ്റൊന്ന് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ മരിച്ചു, പിന്നെ ഒരു നേതാവിനെ കാണുന്നുള്ളൂ. കൽപ്പറ്റ നാരായണക്ക് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ പറയണമായിരുന്നു ഈ വിഷയം. എത്രയോ കാലമായിട്ട് ഇതിങ്ങനെ നേതാക്കളെ കേന്ദ്രീകരിക്കുന്ന പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു നേതാവിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം, മറ്റൊരു നേതാവും കൂടെ ഉള്ളതിൻ്റെ പേരിൽ 2 ഗ്രൂപ്പായിട്ട് നിൽക്കുന്നു. അത് മാത്രമല്ല, അതിക്ക് മുമ്പ് ഇങ്ങനെയുള്ള വിഭാഗീയത ഇല്ലാതിരുന്ന ഒരു സമയമുണ്ട്. അപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂട്ടായ നേതൃത്വം ഉണ്ടായത്. ആ കൂട്ടായ നേതൃത്വമാണ് എപ്പോഴും നല്ലത്. കൂട്ടായ നേതൃത്വമാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. കൂട്ടായ നേതൃത്വത്തിന് പകരമായിട്ട് ഒരു നേതാവ് മാത്രം ഉണ്ടാകുമ്പോഴാണ് അത് സ്വേച്ഛാധിപത്യമായിത്തീരുന്നത്. ഇത് നമ്മൾ എത്രയോ തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പിണറായി ഇങ്ങനെ പക്ഷേ പിണറായിയുടെ കുഴപ്പം കൊണ്ട് മാത്രമല്ല അത് സംഭവിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റ് നേതാക്കൾ ഇതിനകത്ത് ഇല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ചെറുപ്പക്കാർ അവർക്ക് എന്ത് ഗുണമാണുള്ളത്? ന്യൂജൻ എന്നൊക്കെ വിശേഷിപ്പിക്കും. ഞാൻ പേര് പറയുന്നില്ല ഒരാളുടെ. പുതിയ ചെറുപ്പക്കാർ SFIയിൽ നിന്നും DFIയിൽ നിന്നൊക്കെ വളർന്നു വരുന്നതായിട്ടുള്ള നേതാക്കൾ. ആ ഒറ്റ നേതാക്കൾക്കും നമുക്ക് പഴയ കാലത്തുണ്ടായിരുന്ന നേതാക്കന്മാരുടെ സ്റ്റാച്ചർ ഇല്ല. പഴയ കാലത്തുണ്ടായിരുന്ന ഒരുപാട് നേതാക്കന്മാരുടെ പേര് നമുക്ക് പറയാം. ആ നേതാക്കന്മാരുടെ ആരുടെയും സ്റ്റാച്ചർ ഇല്ല എന്നുള്ളതാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് രാഷ്ട്രീയം അറിയില്ല എന്നുള്ളതാണ് സത്യം. രാഷ്ട്രീയം അറിയണമെങ്കിൽ അവരെന്ത് വേണം? പ്രത്യയശാസ്ത്രപരമായിട്ട് പഠിക്കണം. മാർക്സിസം പഠിക്കുകയും അത് പ്രയോഗിക്കുകയും ചെയ്യണം. മാർക്സിസത്തിൻ്റെ 2 അവസ്ഥകളിൽ ഒന്ന് മാത്രമാണ് സൈദ്ധാന്തികം, മറ്റൊന്ന് പ്രായോഗികമാണ്, പ്രാക്സി. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടു നടക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നല്ല നേതാക്കന്മാരുണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ CPMലെ ചില അനുഭാവികൾ കടുത്ത മതബോധം പേറിയാണ് നടക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഏതെങ്കിലും രീതിയിൽ പിണറായിയുടെ നിലപാടുകളോടോ അല്ലെങ്കിൽ പാർട്ടിയുടെ ചില നിലപാടുകളോടോ വിയോജിച്ച് നിൽക്കുമ്പോൾ നമ്മളോട് ഇവർ കാണിക്കുന്നത് ശത്രുതയാണ്, അല്ലെങ്കിൽ നമ്മളെ ഇവർ മാറ്റി നിർത്തുകയാണ്. അവിടെ ഒരു സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷമില്ല. പാർട്ടി ഡീകൺസ്ട്രക്റ്റ് ചെയ്യേണ്ട ആവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. എന്നുവെച്ചാൽ അവനിർമ്മാണത്തിന് വിധേയമാക്കേണ്ടിയിരിക്കുന്നു പാർട്ടിയെ. അവനിർമ്മാണത്തിന് വിധേയമാക്കിയാൽ മാത്രമാണ് ജനാധിപത്യ ബോധമുണ്ടാവുകയും ആ ജനാധിപത്യ പ്രക്രിയയിലൂടെ വളരുന്നൊരു പാർട്ടിയായിട്ട് ആ പാർട്ടി മാറിത്തീരുകയും ചെയ്യും. അങ്ങനത്തെ പാർട്ടിയാണ് നമുക്ക് വേണ്ടത് ശരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും അതേപോലെ തന്നെ കോൺഗ്രസ് ആയാലും BJP ആയാലും ഒക്കെ ഈ ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്നത് ഉണ്ടാകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും BJP ഒക്കെ നമ്മൾ കേരളത്തിൽ പരിശോധിച്ചാൽ ഇപ്പോഴും ഈ ജനാധിപത്യത്തിൻ്റെ ഒരു മൂടുപടമെങ്കിലും ഇട്ട് നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്താ കാരണം? അവർക്ക് കൃത്യമായ തെരഞ്ഞെടുപ്പുകളുണ്ട്, സമ്മേളനങ്ങളുണ്ട്. കോൺഗ്രസിന് അതില്ല, BJPക്ക് അതില്ല. അവരൊക്കെ എന്ത് ചെയ്യാണ്? നോമിനികളെ ആകാശത്ത് നിന്ന് കെട്ടിയിറക്കുന്ന പാർട്ടിയാണ്. പക്ഷെ പ്രവർത്തനത്തിൽ പലപ്പോഴും നമുക്കറിയാം കോൺഗ്രസ്സിൽ ഒരുപാട് നേതാക്കന്മാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് അതിന് ജനാധിപത്യ സ്വഭാവം ഉണ്ടെന്ന് നമുക്ക് തോന്നാം. മറ്റത് വളരെ സിസ്റ്റമാറ്റിക്കാണ്, നല്ലതാണ്. പക്ഷേ അത് പെർഫെക്റ്റായി തീരണമെങ്കിൽ അതിൽ വരുന്ന നേതാക്കളൊക്കെ തന്നെ നമ്മളീ പറയുന്നവരെ അതിൻ്റെ ഒരു ബേസിസ് ഉണ്ടല്ലോ, വിമർശനം, സ്വയം വിമർശനം എന്നൊക്കെ പറയുന്നത്, അത് കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകണം. ഈ പിണറായിസ്റ്റ് അനുഭാവികളെ തന്നെയല്ലേ നമ്മൾ ശരിക്കും എന്താണ് അടിമകളെന്ന് വിളിക്കേണ്ടത്? അല്ല, അതിപ്പോൾ അങ്ങനെ. ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഗോവിന്ദ മാസ്റ്ററുടെ ഭാര്യ ശ്യാമളെ അവിടെ മത്സരിപ്പിക്കാണ്ട് തീരുമാനിക്കുന്ന സമയത്ത് ഗോവിന്ദ മാസ്റ്ററിനെ ചിന്തിക്കാമല്ലോ, ഇതെൻ്റെ ഭാര്യയാണല്ലോ, എൻ്റെ ഭാര്യയാണോ ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ടത്? അല്ല എന്ന് സാമാന്യമായിട്ടുള്ള ഏത് യുക്തിയുള്ള ആൾക്കും തോന്നും. അപ്പോൾ അവിടെ മത്സരിപ്പിക്കാൻ പാടില്ല. അവർക്ക് വേറെ വഴികൾ, വേറെ രീതികൾ അതാണ് നൽകേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല. അതുപോലെ തന്നെയാണ് പിണറായി വിജയൻ്റെ മരുമകൻ. അദ്ദേഹത്തെ കഴിഞ്ഞ മന്ത്രിസഭയിൽ എടുക്കാൻ പാടില്ല. കാരണം ഒറ്റ ഡിഫോൾട്ടാണ് ഉള്ളത്, ഇനി മരുമകനാണ് എന്നത് അതൊരു ഡിസ്ക്വാളിഫിക്കേഷനാണ്. അല്ല, അത് എന്ന തിരിച്ചറിവ് വേണ്ടേ? എന്ന തിരിച്ചറിവ് വേണമല്ലോ. അത് പക്ഷെ പുള്ളി തന്നെ പറയുന്നത്, പുള്ളി ആ ചോദ്യങ്ങളിലൂടെയൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്. പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നു. ആ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുമ്പോൾ ഇതൊരു വിഷയമാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ ആളുകൾ സംസാരിക്കുന്നത്. അത് വിഷയമല്ലെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മരുമനല്ലേ.
അതൊന്നും പറയാൻ പറ്റുമോ? 2021 2 പേർക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത്. അതിൽ ഏറ്റവും ആദ്യത്തേത് മട്ടന്നൂരിൽ നിന്ന് 60,000-ൽ കൂടുതലോളം വോട്ടുകൾ നേടി ശൈലജ ടീച്ചർ, രണ്ടാമത് ധർമ്മടത്ത് നിന്ന് പിണറായി വിജയൻ. ശൈലജ ടീച്ചറെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തി. പക്ഷെ പിണറായി അപ്പവും മാറ്റി നിർത്തിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം പിണറായി മന്ത്രിസഭ എന്നാണ് അതിൻ്റെ പേര്. ആര് കൊടുത്തു? പിണറായി കൊടുത്തു. ഇടതുപക്ഷ മന്ത്രിസഭയാണെങ്കിൽ പിണറായിയെ മാറ്റണമായിരുന്നു. എല്ലാവരും മാറ്റി, മുഖ്യമന്ത്രിയെ മാറ്റി. ആളുകൾ ഹാപ്പിയാണ്. ഇത് പിണറായിയെ മാറ്റില്ല, ബാക്കി എല്ലാവരും മാറ്റി. അങ്ങനെയാണത് ഈ ഏകാധിപത്യം സ്വേച്ഛാധിപത്യം എന്ന് പറയുന്ന ഡെഫിനേഷനകത്ത് കയറി വരുന്നത്. അതിൻ്റെ കൂടെയാണ് ശൈല ടീച്ചറെ മാറ്റി, എന്നിട്ട് മരുമോനെ എന്ത് ചെയ്തു? മന്ത്രിയാക്കിയെന്ന് പറഞ്ഞു. ഇതൊന്നും ആര് പറഞ്ഞാലും ഇതൊന്നും ഒഴിഞ്ഞൊന്നും പോകില്ല. ഈ ഒരു മോശം മനസ്സിലായാലും പറയട്ടെ, ഇതിപ്പോൾ മുഹമ്മദ് റിയാസ് നല്ല കപ്പാസിറ്റിയുള്ള നല്ല പൊളിറ്റിക്കൽ ലീഡറാണ്, ശരിയാണ്. പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ ഏതാണെന്നേ? മരുമോനാണെന്നുള്ളതാണെന്നേ. അതുകൊണ്ട് മാറ്റി നിർത്തണം. അതുപോലെ ശ്യാമള ടീച്ചർ, അവർക്കും നല്ല കപ്പാസിറ്റി ഉണ്ട്, നല്ല രാഷ്ട്രീയ നേതാവാണ്. ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എം വി ഗോവിന്ദൻ്റെ ഭാര്യയാണെന്നുള്ളതിനെയാണ്. മാറ്റി നിർത്തണം. അതാണ് രാഷ്ട്രീയം. അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ യുക്തി എന്ന് പറയുന്ന സാധനം. പാർട്ടി കോട്ടകളിൽ BJP കടന്നു കയറും ഈ ഒരു പ്രവണത കാരണം. അല്ല, ഇപ്പോൾ ഒരു അസംതൃപ്തി ഉണ്ടാവും ഒരു പാർട്ടിക്കകത്ത്. ശരിയല്ലെന്ന് തോന്നുന്നു, പാർട്ടിക്കകത്ത് പറയുന്നത് ശരിയല്ല സാർ, അവർ കേൾക്കണില്ല പിന്നെ എന്ത് ചെയ്യും? അവർ ഉപേക്ഷിച്ചു പോകും, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും പോയി നിൽക്കണ്ടേ? അങ്ങനെ ഇവരെന്ത് വിചാരിക്കുന്നത്? അവർ ഉപേക്ഷിച്ച് പോകില്ല, ഇവർ കേട്ടിരിക്കും. നമ്മൾ അസംതൃപ്തരായിട്ടുള്ള ആളുകളെ സമീപിച്ച് അവരുടെ അസംതൃപ്തി മാറ്റാൻ ശ്രമിക്കണം. അതാണ് രാഷ്ട്രീയ പ്രവർത്തനം. അതിന് പകരം അസംതൃപ്തരെ, നിനക്ക് അസംതൃപ്തി ഉണ്ട്, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് വിടുന്നത് മറ്റ് പാർട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ വളരുന്നു. പാർട്ടി ഗ്രാമങ്ങളിൽ എന്തുകൊണ്ട് BJP വളരും, അല്ലെങ്കിൽ കോൺഗ്രസ് വളരുന്നു ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ കാരണം. ഇവരാണ് അതിൻ്റെ കാരണക്കാർ, ഉത്തരവാദി. എന്തായാലും വീണ്ടും അധികാരം ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്കും ഗുരുതര സാഹചര്യത്തിലേക്കും തന്നെയാണ് CPM. അതിപ്പോൾ അധികാരം കിട്ടിയാലും ഇല്ലെങ്കിലൊക്കെ ഈ പ്രതിസന്ധി ഒഴിവാണെങ്കിൽ ഇത്തരം സമീപനങ്ങൾ മാറണം. കാരണം ഇത്തരം ഉന്നതർ അസംതൃപ്തിയിൽപ്പെടും വീണ്ടും അധികാരം ലഭിച്ചാൽ. അധികാരം ലഭിച്ചില്ലെങ്കിലും ഇതൊക്കെ പോകില്ല. അധികാരം എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രി ആയിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല ഇവർക്കൊക്കെ അധികാരമുള്ളത്. CPM കേരളത്തിൽ കുറച്ചു കാലത്തൊക്കെങ്കിലും അധികാരത്തിലിരുന്നാലും പുറത്തിരുന്നാലും അധികാര കേന്ദ്രങ്ങൾ നയിക്കുന്ന പാർട്ടിയാണ്. അത് മാറാൻ പോകുന്നില്ല. അപ്പോൾ ഈ സ്വഭാവമാണ് മാറേണ്ടത്, ഈ രീതിയാണ് മാറേണ്ടത്. അധികാരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇത് മാറിയില്ലെങ്കിൽ രക്ഷയില്ല. ഇപ്പോൾ സച്ചിദാനന്ദൻ മാഷെ പോലുള്ള ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ അധികാരം ദുരാധികാരത്തിലേക്ക് പോകും. അതല്ല പ്രശ്നം മാഷെ, ഇത് മാറണം, ഈ സ്വഭാവം മാറണം. ഇപ്പോൾ മാഷ് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ജൻസി കാലഘട്ടത്തിലെ പുതിയ കുട്ടികളുണ്ടല്ലോ, വീട്ടിൽ പോയി ചോദ്യം ചോദിക്ക് എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം, ഇതിനൊക്കെ അവർ കൈയടിക്കുകയാണ്. അല്ല, അതിൻ്റെ അകത്ത് പിണറായി വിജയൻ കുറ്റപ്പറയേണ്ട ആവശ്യമില്ല. രേവന്തക്ക് എന്ത് കാര്യം? ഇവിടെ രേവന്ത ഒരു മുഖ്യമന്ത്രിയല്ലേ. അയാൾ ഇവിടെ വന്നിട്ട് ഈ മുഖ്യമന്ത്രിയുടെ ബഹുമാനത്തോടുകൂടിയല്ലേ പ്രസംഗിക്കുകയും സംസാരിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് വിമർശിക്കാം. അതിന് പകരം അവൻ ഇത്തരം ഡയലോഗുകൾ അടിക്കുമ്പോൾ അത് കേട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് തോന്നും എല്ലാവർക്കും. പക്ഷേ ഏത് രീതിയിൽ പ്രതികരിക്കാമെന്ന് പറയുന്ന ഒരു സമീപനം അല്ല, ഇങ്ങനെ തന്നെ പ്രതികരിക്കണേൽ കുഴപ്പമില്ലെന്നുള്ള അഭിപ്രായക്കാരനെ. അതിലൊന്നും അല്ല കുഴപ്പമുള്ളത്, അവിടെയല്ല പ്രശ്നം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജൻസികൾ അതിന് കൈയടിക്കുകയും ചെയ്യുന്നത്. അതങ്ങനെ തന്നെ വിളിക്കണം എന്ന് തന്നെ അവർ പറയുള്ളൂ. അല്ല, അതൊരു ക്രിമിനൽ സ്വഭാവമല്ലേ? അതൊരു ക്രിമിനൽ സ്വഭാവം എന്ന് വെച്ചാൽ ഒരു മുഖ്യമന്ത്രി വന്നിട്ട് ഇവിടെ ക്രിമിനൽ സ്വഭാവം കാണിച്ചാൽ മറ്റേ ആൾ ക്രിമിനൽ സ്വഭാവമാണ് കാണിച്ചത്. അവനെന്ത് കാര്യം ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കണ്ടേ? അയാൾ എന്തിനാ ഇവിടെ വന്നത്? പൊളിറ്റിക്സ് സംസാരിക്കാനല്ലേ? അയാൾ പൊളിറ്റിക്സ് സംസാരിച്ചാൽ പോരെ. അതല്ലാണ്ട് ഇയാളെ അപഹസിക്കാനും ആക്ഷേപിക്കാനുമായിട്ട് അയാൾ എന്തിനു തന്നെ? അത് തിരിച്ചടിക്കാം, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് കൈയടിക്കുന്നത്. ജൻസിയർ കൈയടിക്കും അവർ, മനസ്സിലായേ? അതായത് പിണറായി വിജയൻ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്ന ആളുകൾ രേവന്ത് റെഡ്ഡി ചെയ്തത് എന്താണ് എന്നുള്ളത് വിശകലനം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ കുഴപ്പം. അതുകൊണ്ടാണ് ജൻസിയുടെ കൈയടി കിട്ടണം. അങ്ങനെ തന്നെ അടിക്കണമെന്ന് ജൻസികൾ പറയുള്ളൂ. അതാണ് ശരി. അവിടെ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ അതല്ല. നമ്മൾ പറയുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളതും അത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് മാറ്റാതെ CPM രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. അതാണ് പ്രശ്നം.